അടുത്തിടെ നടത്തിയ ഒരു ഗവേഷണത്തിൽ പാലിയന്റോളജിസ്റ്റുകൾ ഒരു പുതിയ ഇനം ദിനോസറിനെ കണ്ടെത്തിയിട്ടുണ്ട്. സൗത്ത് ഡക്കോട്ടയിൽ നിന്നാണ് ഫോസിൽ കണ്ടെത്തിയിരിക്കുന്നത്. 66 ദശലക്ഷം വർഷം പഴക്കമുള്ള ഇതിന്റെ തൂവലും നീളമുള്ള കഴുത്തും വലിയ വാലും എമുവിനോട് സാമ്യം തോന്നുന്ന തലഭാഗവുമാണ് കണ്ടെത്തിയവയിലുള്ളത്. മാത്രമല്ല 78 കിലോഗ്രാം ഭാരമുള്ള ഈ ദിനോസറിന്റെ മുൻകാലുകളുടെ അറ്റത്ത് നീളമുള്ള കൂർത്ത നഖങ്ങളും കാണാം. ചിക്കൻ ഫ്രം ഹെൽ എന്നാണ് ശാസ്ത്രജ്ഞർ ഈ ജീവിയെ വിശേഷിപ്പിച്ചത്. കാഴ്ചയിൽ ഒരു വിചിത്രമായ പക്ഷിയെപ്പോലെയാണ് ഈ ദിനോസർ എന്ന് പറയുന്നു. എനോഫ്രൺ ഇൻഫെർണലിസ് ഇനത്തിൽപ്പെട്ട ഇവ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാന ദശകങ്ങളിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ പല ഗവേഷകരും കരുതിയിരുന്നത് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തോടെ എല്ലാ ദിനോസർ ഇനങ്ങളും നശിച്ചിരുന്നു എന്നതാണ്. കാരണം മെക്സിക്കോ ഉൾക്കടലിൽ പതിച്ച ഒരു ചിഹ്നഗ്രഹം ഈ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തോടെ ഒരു കൂട്ടം ജീവികളുടെ അന്ത്യം കുറിച്ചിരുന്നു. പക്ഷേ പുതുതായി കണ്ടെത്തിയ ദിനോസർ ഫോസിൽ തികച്ചും വ്യത്യസ്തമായ ചില വിവരങ്ങൾ നൽകുമെന്ന് ഡൗൺ ടു എർത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പറയുന്നു. ഫോസിലുകളെ സംഘം തിരിച്ചറിഞ്ഞപ്പോൾ ഗവേഷകർ ആദ്യം ഇവ കാനാഗ്നിത്തിഡ്സ് എന്ന കുടുംബത്തിലെ അംഗങ്ങളാവാം എന്നാണ് കരുതിയത്. കൊക്കുകളും നീളമുള്ള കാലും വാലുകളുമുള്ള പക്ഷി സമാനമായ ദിനോസറുകളുടെ ഒരു കൂട്ടമാണിത്. കൂടാതെ ഈ ദിനോസറുകൾക്ക് ആധുനിക കാലത്തെ പക്ഷികളെ പോലെ സങ്കീർണമായ തൂവലുകളുണ്ടെന്നും ഫോസിൽ തെളിവുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നേരത്തെ ഈ പ്രദേശത്തു നിന്നും കണ്ടെത്തിയിരുന്ന ഒരേ ഒരു ഇനം ദിനോസറുകൾ അൻസു എന്ന് വിളിക്കപ്പെടുന്നവയായിരുന്നു. പക്ഷേ എല്ലുകളുടെ മധ്യഭാഗം മുറിച്ച് സംഘം നടത്തിയ പരിശോധനയിൽ ക്രോസ് സെക്ഷനിലെ വരികൾ ക്രമാനുഗതമായി പരസ്പരം അടുക്കുന്നതായി കണ്ടെത്തി. ഇതോടെ ഈ പുതിയ ഇനം എനോഫ്രൺ ഇൻഫെർണലിസ് ആണെന്ന നിഗമനത്തിലെത്തുകയായിരുന്നു. സസ്യങ്ങൾ, ചെറിയ മൃഗങ്ങൾ, മറ്റു ജീവികളുടെ മുട്ടകൾ എന്നിവയാണ് ഈ ദിനോസറുകൾ ഭക്ഷിച്ചിരുന്നത്. ഈ കൂട്ടത്തിൽപ്പെട്ടവയ്ക്ക് ഏകദേശം 300 കിലോഗ്രാം വരെ തൂക്കവുമുണ്ടായിരുന്നു. മാത്രമല്ല ഗവേഷകർ പറയുന്നത് പ്രകാരം ക്രിറ്റേഷ്യസിന്റെ അവസാന കാലഘട്ടത്തിൽ കൂടുതൽ വൈവിധ്യം നിറഞ്ഞ ജീവികൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയും ഈ പുതിയ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ്.